വളരെ ആദരണീയനായ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ കേൾക്കാൻ വേണ്ടിയാണ് വളരെ കേൾക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വരുന്നതിൻ്റെ ഒരു കാരണം, പ്രധാനപ്പെട്ട കാര്യം. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത് പല തരത്തിലുള്ള അതിന്റെ ആവേശപൂർവ്വം വളരെ ഹരത്തിൽ വായിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. പറഞ്ഞ പോലെ അതിലെ പ്രഭാകരേട്ടന്റെ ഒരു ഭാഷയുടെ ഒരു രൂക്ഷത അത് ആ പുസ്തകത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ ഒരു വിഷമം. ആ ഭാഷയുടെ ആ ഒരു തീവ്രത തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രഭാകരേട്ടന്റെ ഒരു പ്രത്യേകത. മാൽക്കം എക്സിന്റെ ഭാഷയുടെ രൂക്ഷതകളോട് സാമ്പത്തിനോട് പറയുന്നത് അദ്ദേഹം ആ ഭാഷ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബ്ലാക്സിന് സ്വയം ബ്ലാക്സ് ആണെന്നുള്ള ഒരു ആത്മാഭിമാനം വേണം. അതുവരെ അവർ വിചാരിച്ചിരുന്നത് അവർ നീഗ്രോസ് ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ബോധമണ്ഡലത്തെ മാറ്റിപ്പണിയുന്നതിന് വേണ്ടി അത്രയും രൂക്ഷമായ ഒരു ഭാഷ മാൽക്കം എക്സിന് വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നൂറ്റാണ്ടുകളായി സവർണത വേരൂന്നി അത്രയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനം, ഒരു വ്യവസ്ഥയോട് സംസാരിക്കാൻ യഥാർത്ഥത്തിൽ പ്രഭാകരേട്ടനെ പോലെ രൂക്ഷമായ ഭാഷ തന്നെ വേണ്ടി വരും എന്നുള്ളതും ആ ഒരു ഭാഷ തന്നെയാണ് പ്രഭാകരേട്ടന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് ഞാൻ വിചാരിക്കാം. യഥാർത്ഥത്തിൽ നമ്മളാ ആ ഭാഷയുടെ ഒരുപാട് വേദനകൾ കൂടി അനുഭവിച്ച ഒരാളാണ് ഈ പുസ്തകം വായിക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം ഒരുപാട് ജീവിതങ്ങൾ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ അതിന് ഗ്രൗണ്ടിൽ അതിന്റെ എക്സ്റ്റൻഷന് വേണ്ടി ജീവിതം വെച്ച ഒരുപാട് ജീവിതങ്ങൾ ആദ്യമായി പ്രഭാകരൻ ഇത് മറ്റ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സിബിയുടെ ആദ്യകാല പ്രവർത്തകനെ അല്ലെങ്കിൽ പല ദളിത് ആക്ടിവിസ്റ്റുകൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്നത് അതും ന്യൂസിലാൻഡിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യയുടെ സവർണതയ്ക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് അത് വലിയ അർത്ഥത്തിലുള്ള അധ്വാനം ആവശ്യപ്പെടുന്ന ഒരുപാട് വേദനകളും ഒരുപാട് പ്രയാസങ്ങളുടെയും വഴികളിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ്. അതിനുവേണ്ടി പണിയെടുത്ത ഒരുപാട് മനുഷ്യരെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അവരിലൂടെ ഈ പുസ്തകം കടന്നു പോകുന്നതാണ്. അക്ഷരവുമായി ബന്ധപ്പെട്ട് NTR അതുപോലെ തന്നെ കല്ലറസുകുമാരൻ ഇങ്ങനെ ഒരുപാട് നേതാക്കളുമായി അവരോടുള്ള ഇടപെടലുകൾ ഇങ്ങനെ വളരെ ആവേശപൂർവ്വം വളരെ ഹരത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടം തോന്നിയ ആ പുസ്തകം പിടിച്ചു നിർത്തിയ സംഗതി വളരെ പേഴ്സണലായി പറയുകയാണെങ്കിൽ പുസ്തകം വായിക്കുന്നതിലൂടെ ഒപ്പം തന്നെ ഞാൻ കലാരസത്തിന്റെ ഒരു ലേഖനം വായിച്ചു. ഭാഷയുമായി ബന്ധപ്പെട്ട് അതിലൂടെ എനിക്ക് ഒരു ചെറിയൊരു ആർട്ടിക്കിൾ കുറച്ച് വായിച്ചു. അപ്പൊ അതിൽ ഈ ഭാഷ ഒരു മനുഷ്യന്റെ സെൽഫ് ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു ഹദീസ് അവിടെ ഹദീസ് എല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. അതായത് നിങ്ങൾ തിന്മ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ വാക്കുകൊണ്ട് തടുക്കണം, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ വെറുക്കുകയെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഹദീസാണ് വാക്യങ്ങൾ.
അപ്പോ ഇതിന് ഈ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ വെറുക്കണം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും ചെറിയ ഒരു രൂപമായിട്ടാണ് പറയുന്നത്. അപ്പോ വാക്കുകൊണ്ട് എതിർക്കുക, പിന്നെ നിങ്ങൾ പ്രയോഗം കൊണ്ട് അതിനെ കൈകൊണ്ട് എതിർക്കുക, വാക്കുകൊണ്ട് എതിർക്കുക എന്ന് പറയുന്നത് ആ ഒരു പ്രാക്ടീസിലൂടെ ഉണ്ടായി വരുന്ന ഒരു സെൽഫിന്റെ സ്വന്തരൂപീകരണം. അതിലൂടെയാണ് ഈമാൻ ഉണ്ടാവുക എന്നുള്ള ആ വികസ്റ്റേന്റെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് ഉണ്ടാകുന്നത് ഒരു പിന്നെ പ്രാക്ടീസിലൂടെ ഉണ്ടാകുന്ന ഒരു സെൽഫ് ഫോർമേഷനാണ് പറയുന്നത്. അതുപോലെ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോ അതിന്റെ ഒരു അവസാന 3-4 മിനിറ്റ് ഇസ്ലാം ഇതിന് വളരെ പിന്നെ ഒരു പോലെ ഒരു പൊക്കോഴി ചാടുന്ന അപ്പൊ ഭയങ്കര പ്രഭാകരേട്ടന് വീടിന്റെ മുറ്റത്ത് ജോലിയൊക്കെ വളരെ പ്രതിസന്ധിയിലായ സമയത്താണ് തോന്നുന്നു ഒരു കുളക്കോഴി വീഴുകയും അതിനെ പിന്നെ അതിന്റെ കുഞ്ഞിനെ പക്ഷിയുടെ കുഞ്ഞിനെ മറ്റു മൃഗങ്ങളെ ഇതാക്കുകയും കുളക്കോഴി ഇങ്ങനെ അതിനെ കുഞ്ഞിനെ തേടി നടക്കുകയും ഇത് കാണുകയും പ്രഭാകരേട്ടനിൽ ഉണ്ടാകുന്ന ഒരു ആന്തരികമായ ഒരു പിന്നെ ഉൾവിചാരത്തെ കുറിച്ചൊക്കെയാണ് അതിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയത് പ്രഭാകരേട്ടന് കുളക്കോഴി തന്നെ, അതായത് പ്രഭാകരേട്ടന്റെ ഈ ഒരു നിരന്തരമായ ഇടപെടലുകളിലൂടെ ആയി വന്ന ഒരു ആത്മീയത, ആ ആത്മീയതയാണ് യഥാർത്ഥത്തിൽ പ്രഭാകരേട്ടന്റെ ഒരു പിന്നെ അതിലേക്ക് എത്തിച്ചത്. നിരന്തരമായ ഓരോ ഘട്ടത്തിലും ഇപ്പോ പഠനത്തിന്റെ സന്ദർഭത്തിൽ ലേസി ജീവനക്കാരനായിക്കൊണ്ട് പിന്നെ കോളേജുകളിലേക്ക് പോകുന്നതിന്റെയും അങ്ങനെ തുടങ്ങി പിന്നെ അവരോട് ഒത്തുചേരുന്നതിന്റെയും ഓരോ ആളുകൾക്കിടയിലൂടെയും ഒരു പിന്നെ അവർണ്ണനാണ് എന്ന ഒരു സ്വത്വബോധം ഉണ്ടാക്കുന്നതിനൊക്കെ നിരന്തരമായി ചെയ്യുകയും പിന്നെ അംബേദ്കറുടെ പുസ്തകങ്ങൾ സ്വയം അത് പരിഭാഷപ്പെടുത്തി സ്വയം പ്രസിദ്ധീകരിച്ച് അതിനുവേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുകയും വളരെ രസകരമായി FDA സ്റ്റേജിൽ കയറി തന്നെ വിമർശിക്കുന്ന, അതുപോലെ സവർണ പിന്നെ സാഹിത്യ ഇങ്ങനെ വളരെ സംഭവബഹുലമായ നിരന്തരമായി രാഷ്ട്രീയങ്ങളെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ആ പ്രയോഗത്തിലൂടെ തന്നെ ഒരു ആത്മീയതയിലേക്ക് എത്തുന്നത് പോലെയാണ് പിന്നെ പ്രഭാകരേട്ടന്റെ ജീവിതത്തെ കാണാൻ സാധിച്ചത്. അതിന്റെ ഒരു സൗന്ദര്യം കൂടി ആ പുസ്തകത്തിൽ പിന്നെ അതിന്റെ ഓരോ സന്ദർഭത്തിലും അതിന്റെ ആദ്യത്തെ 2ാമത്തെ ചാപ്റ്ററായ പകലിൽ കാണുന്ന നക്ഷത്രങ്ങൾ, അതുപോലെ പാമ്പിനെ അങ്ങനെ വളരെ രസകരമായ ഒരു സംഗതി കൂടി അതിന്റെ ഇടയിലൂടെ ഒരു ആത്മീയതയുടെ ഒരു ഒഴുക്ക്, രാഷ്ട്രീയത്തിന്റെ രൂക്ഷതയെ ഇടയിലൂടെ ഒഴുകുന്നതായിട്ട് ആ പുസ്തകം പിന്നെ ഉണ്ട് എന്നുള്ളതാണ് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. പിന്നെ ആ പുസ്തകത്തിന്റെ അത് വായിച്ചു കൊടുത്തു, അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം സംസാരിക്കുന്നതിന്റെ ഒരു രൂക്ഷത അതുപോലെ ഇല്ലെങ്കിലും പിന്നെ പറയുക എന്നുള്ളത് അത് വേറെ തന്നെയാണ്. പിന്നെ അതിന്റെ ഒരു വായിക്കുമ്പോ അങ്ങനെ ഇല്ലെങ്കിൽ തന്നെയും വേറെ തരത്തിൽ അതിന്റെ സൗന്ദര്യമുണ്ട് എന്നാണ് എനിക്ക് പിന്നെ ബോധ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ എല്ലാവരും അത് വായിക്കുകയും ഇനിയുള്ള ഒരു രാഷ്ട്രീയ പ്രത്യേകിച്ച് അംബേദ്കർ മുസ്ലിം എന്നുള്ള ഒരു സംഗതിയെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിനെ വളരെ പ്രശ്നവൽക്കരിക്കുന്നതിലൂടെ ആയിരുന്നു ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഭാവി മൗദൂദി അംബേദ്കർ എന്നുള്ള ഒരു സംവാദം ഈ രൂപപ്പെടുന്നത്. കാരണം അംബേദ്കറുടെ ഒരു സാമൂഹിക വിശകലനങ്ങൾ ഒരു അന്ന് നാഷണൽ സ്റ്റേറ്റ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അവരുടെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു മുസ്ലിം ചിന്ത മൗദൂദിയെ പോലെയുള്ള ഇഖ്ബാലിനെ പോലെയുള്ള ചിന്തകളിൽ ദേശീയതയെ കുറിച്ച് ചിന്തിച്ച എന്തായിരുന്നു. ഇതിനൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ഒരു പിന്നെ വളരെ ആഴത്തിലുള്ള ഡിബേറ്റിലൂടെ മാത്രമേ ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് പിന്നെ അത്
കുറെ കൂടി നടക്കേണ്ട എക്സ്പ്ലോറേഷൻ നടക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ പുസ്തകത്തിന്റെ പ്രത്യേകത പിന്നെ ജീവിതഗതിയായ വളരെ ഈ രാഷ്ട്രീയത്തെ മണ്ണിൽ പണിയെടുത്ത് നട്ടുമുളപ്പിച്ചതിന്റെ ഒരുപാട് അനുഭവങ്ങളാണ് ഒരുപാട് മനുഷ്യർ. അത് നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തെ മണ്ണിൽ നട്ടുപിടിക്കുക, ഗ്രൗണ്ടിൽ എക്സ്റ്റൻഷൻ ഉണ്ടാക്കുക എന്നതിലേക്ക് കൂടി